നിരവധി അനവധി EMI-കൾ. 10,000 ഉറുപ്പിന്റെ മൊബൈൽ മേടിക്കാൻ വരെ EMI. വീട്ടിലെ ഫർണിച്ചർ പലിശയില്. ബാങ്കുകാർ വീട്ടിൽ ഇങ്ങോട്ട് വരികയാണ്. നിങ്ങൾക്ക് വേണോ വെച്ച് വരികയാണ്. കിട്ടാൻ കാത്തുക്കല്ലേ. സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെട്ട് ഏതൊക്കെ മേഖലയാണിന്ന്. തട്ടിപ്പ് എത്രയാണ്. ബിസിനസിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്നല്ലേ, ദീനിന്റെ ആൾക്കാരാന്ന് പറയുന്നവർ വരെ വമ്പൻ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദീനുള്ളവരെയാണ് നന്നായി പറ്റിക്കുന്നത്. നമ്മളെ നിസ്കാരം നമ്മൾ പള്ളി പോക്കും കണ്ടിട്ട് നമ്മളത് പൈസ ഏൽപ്പിക്കും ആൾക്കാർ. എന്നിട്ട് നമ്മൾ പറ്റിക്കുക, കടം മേടിക്കുക, കൊടുക്കണില്ല, കാണുമ്പോൾ മുങ്ങി നടക്കുക, വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക. എത്ര ഉടായ്പകളാണ് നമ്മുടെ നാട്ടിൽ പണം പേടിച്ച് നടക്കുന്നത്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, അല്ല മനുഷ്യ, നീ എന്തിനാണ് യാ റബ്ബി യാ റബ്ബ് റബ്ബേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമസ്കനുഹു ഹറാം. തിന്നണത് ഹറാമ്, ധരിച്ചത് ഹറാമ്, വീട് ഹറാമില്, ഹലാലല്ലാത്ത സമ്പാദ്യം കൊണ്ട് പടച്ചോനേന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ പ്രാർത്ഥനകൾ മേലേക്ക് ഉയരൂല. ചെക്ക് ചെയ്തോളി. നമ്മുടെ മോളെ കല്യാണത്തിന് എവിടുന്നാ പൈസ എടുത്തത്? നമ്മുടെ വീടിന്റെ പണി തീർക്കാൻ വേണ്ടി എവിടുന്നാ പൈസ എടുത്തത്? തൃശ്ശൂർ ജില്ലയിലൊക്കെ നല്ല കിട്ടുന്നുണ്ടല്ലോ. പൈസ എവിടുന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പാടില്ലാത്തത്. കച്ചവടം ഹലാലാണ്, പലിശ ഹറാമാണ്. നീ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നടക്കണ്ട. പലിശ വരുന്നുണ്ടോ? അത് പറ്റൂല.